ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തതല്ല, ഒരുപാട് പേർ ചർച്ച ചെയ്ത് കേൾക്കാത്ത ഒരു വിഷയമാണ് സെക്ഷുവൽ ആയിട്ടുള്ള വൃത്തി അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ശുചിത്വം എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പോലും അതിൽ പലതും നമ്മൾ എന്താ പറയുക, യഥാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന വീഡിയോസ് വളരെ വളരെ കുറവാണ്. എന്താണ് ഈ സെക്ഷുവൽ ഹൈജീനിന് ഇത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ എന്തെങ്കിലുമൊക്കെ ഒരു സെക്ഷുവൽ ആക്ടിവിറ്റീസിലൂടെ അവൻ്റെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുണ്ടായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ്, എങ്ങനെയായിരിക്കാം ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു ശുചിത്വം കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള അവയർനെസ് ഉണ്ടായാൽ അത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിക്കും. അത് നല്ല രീതിയിലുള്ള ഒരു സെക്ഷുവൽ പ്രാക്ടീസ് കൊണ്ടുപോകാനും ആ ഒരു വ്യക്തിയെ വളരെയധികം സഹായിക്കുന്നൊരു ഘടകമാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സെക്ഷുവൽ ഹൈജീൻ എന്ന് പറയാനുള്ള കാരണമെന്നറിയാമോ? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻസ് ഇൻഫെക്ഷൻസ് എന്നാണ്. അതായത് STIs, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പോലുള്ള STDസിനെ തടയാനായിട്ടും പലതരത്തിലുള്ള യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസിനെ തടയാനായിട്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയും ഒക്കെ തടയാനായിട്ടും നമുക്ക് സെക്ഷുവൽ ഹൈജീൻ വളരെയധികം കീപ്പ് ചെയ്യുന്ന നമ്മളെ സഹായിക്കും. അതുമാത്രവുമല്ല, നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ രണ്ടുപേർ അവരുടെ ഇടയിലുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട്, അവർക്കിടയിലുള്ള ആ ഒരു ബന്ധം നിലനിർത്താനായിട്ട്, വളരെ ഏറെക്കാലം നിലനിന്ന് പോകാനായിട്ടും ഈ ഒരു സെക്ഷുവൽ ആയിട്ടുള്ളൊരു ഹൈജീൻ എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മളെ ഒരു മുറിയിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ പോലും ഒന്നും അടുക്കി നല്ല രീതിക്കൊന്നും വെക്കാത്ത, അല്ലെങ്കിൽ വളരെ അലമ്പായിട്ട് കിടക്കുന്ന ഒരു മുറിയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നതെങ്കിൽ നമ്മൾ കുറച്ച് നേരമേ അവിടെ ഇരിക്കൂ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് എക്സിറ്റ് ആവാനല്ലേ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുക. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു നിമിഷങ്ങളിൽ അവർക്കിടയിൽ ഈ ഒരു വൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഡിസ്കംഫർട്ടായിരിക്കും അവർ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും അധികം സെക്ഷുവൽ ഹൈജീൻ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരെ ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയും ലൈംഗികപരമായിട്ടുള്ള ആ ഒരു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു പ്രഷറിന് വേണ്ടി മാത്രമല്ലല്ലോ, അടുത്തൊരു തലമുറയ്ക്ക് ജന്മം നൽകണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം നല്ലൊരു സെക്ഷൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു തലമുറയ്ക്ക് ജന്മം നൽകാനും ആവൂ. ഇനി സെക്ഷൽ ഹൈജീനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ ബിഫോർ സെക്സും ആഫ്റ്റർ സെക്സും നമുക്ക് പറയാനാവും. ഒരു ലൈംഗിക ബന്ധത്തിന് മുമ്പേ നമ്മൾ പാലിക്കേണ്ട ചില വൃത്തികളുണ്ട്, ലൈംഗിക ബന്ധത്തിന് ശേഷം നമ്മൾ പാലിക്കേണ്ട പല വൃത്തികളുമുണ്ട്. ഇനി നമുക്ക് ലൈംഗിക ബന്ധത്തിന് മുമ്പ് നമ്മൾ പാലിക്കേണ്ട നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെ എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രയും അധികം വൃത്തിയോടെ കീപ്പ് ചെയ്യുക. ഏതൊരു ലൈംഗിക ബന്ധത്തിന് മുമ്പും ഒരു നന്നായിട്ടൊന്ന് കുളിക്കാനും ഒക്കെ ശ്രമിക്കുക. നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെ വളരെയധികം നന്നായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെയധികം ആൾക്കാർ ഇഗ്നോർ ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അതായത് നമ്മുടെ പ്യൂബിക് ഹെയറിനെ റെഡ്യൂസ് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് ഒന്ന് കുറച്ച് നിർത്തുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ആൾക്കാർ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും അധികം നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ, ഏറ്റവും അധികം നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഏരിയയിലൊക്കെ വളരെയധികം സ്വെറ്റിംഗ് ഉണ്ടാകുന്നൊരു ഏരിയയാണ്. വളരെയധികം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയൊക്കെ എത്രയും അധികം കൂടാനുള്ള സാധ്യത, വളരെയധികം കൂടാനുള്ള ആ ഒരു ഏരിയയാണ് ഈ പ്യൂബിക് ഹെയർ അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്യൂബിക് ഹെയറിനെ നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ നന്നായിട്ട് ലെങ്ത്തൊക്കെ കുറച്ച് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്വെറ്റിങ് കൂടാനും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടാനുമുള്ള വളരെയധികം സാധ്യതകളുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ വൃത്തിയുള്ള അണ്ടർവെയർസ് ധരിക്കുക എന്നുള്ളതാണ്. വളരെയധികം ആളുകൾ പണ്ട് മുതലേ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നല്ല വൃത്തിയുള്ള അണ്ടർവെയർസ് നമ്മൾ ധരിക്കുക എന്നൊക്കെ പറയുന്നത്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവൻ നന്നായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ഓറൽ സെക്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ തന്നെ നന്നായിട്ട് വായൊക്കെ നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡ്യൂറിങ് ദ സെക്സ്, ആ ഒരു സമയമാണല്ലോ നമ്മൾ ഏറ്റവും അധികം ഈ പ്ലഷറും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു സമയം. ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഒന്നാമത്തെയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയൊക്കെ തന്നെ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസ് കോണ്ടംസ് എന്നുള്ളതാണ്. നമ്മുടെ STDസിനെയും അതുപോലുള്ള ഡിസീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നൊരു മാർഗ്ഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടംസ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
മാത്രവുമല്ല ലൂബ്രിക്കൻസ്, ബോഡി സേഫ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഡ്യൂറിങ് ദ സെക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണോ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സാഹചര്യം, ആ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് തന്നെ വളരെയധികം വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുക. ഒരു ബെഡ്ഷീറ്റും നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം വൃത്തിയായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക, വാഷ് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഡ്യൂറിങ് ദ സെക്സ് നമുക്ക് ചെയ്യാനുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ ദ സെക്സിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് ശേഷം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏരിയകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, നമ്മുടെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് ശേഷം യൂറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ യൂറിനറി ട്രാക്കിലുള്ള ഇൻഫെക്ഷൻസിനെയും ബാക്ടീരിയസിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെളിയിലേക്ക് കളയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു പോയിൻ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ജെനൈറ്റൽസിൻ്റെയൊക്കെ ഒരുപാട് ചൂടല്ല, എന്നാലും ഒരു ഇളം ചൂടുള്ള വാട്ടറിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രവുമല്ല, ഏതൊരു ലൈംഗിക ബന്ധത്തിന് ശേഷവും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഡ്യൂറിങ് ദ സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം നമ്മൾ സ്വെറ്റ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഏറ്റവും അധികം വെള്ളം കുടിക്കുകയും നന്നായിട്ട് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി സെക്ഷുവൽ ഹൈജീൻ എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീകളിൽ പലപ്പോഴും അവരത് കീപ്പ് ചെയ്യാറുണ്ട്. അവരെ ചെറുപ്പം മുതലുള്ള വളർത്തുന്ന രീതികളിലും ഒക്കെ അവരെ എഡ്യൂക്കേറ്റ്